ഗായ്സ്, അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ആസ് യൂഷ്വൽ എനിക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ദോശ ചൂടാന്നൊക്കെ കരുതി ഇരുന്നപ്പോഴാണ് അനിയത്തി എന്നോട് പറഞ്ഞത് അവർക്ക് ചീസ് ദോശ വേണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ചീസിന്റെ സ്ലൈസ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ചീസ് ദോശ ആക്കി തരാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ചീസ് ദോശ ആക്കിയത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാണിച്ചു ഇതിപ്പോൾ എന്താ ഇങ്ങനെ തവള പോലെ വീർത്തിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഷോ അവൾ എന്നോട് പറഞ്ഞു ചീസ് അങ്ങ് ദോശ മൊത്തം ആവട്ടെ, നല്ല അടിപൊളിയാവുന്നു. ഞാൻ വിചാരിച്ചു തന്നെ ഒരിക്കൽ വരുമായിരിക്കുന്നു, ബട്ട് ഇത് വന്നില്ല. അത് കാരണം ഞാൻ തന്നെ ഇപ്പോൾ സ്പൂൺ ഇട്ട് ആക്കുവാണേ. നന്നായി മതിയായിരുന്നു, നന്നായില്ലെങ്കിലും അവൾ തന്നെ കഴിക്കണം, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ തന്നെ ഒരു സ്പൂൺ ഇട്ടപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ആക്കി. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് നടുക്ക് വെച്ച് മടക്കിയിട്ട് അവൾക്ക് തിന്നാൻ കൊണ്ട് കൊടുക്കണം. അവൾ തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഇതോടുകൂടി എൻ്റെ ചാനൽ പൂട്ടുമെന്ന് അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ അനിയത്തിയുടെ കയ്യിൽ കൊണ്ട് ഈ ചീസ് ദോശ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൊടിച്ചമ്മന്തി ഉണ്ട്, പിന്നെ പേപ്പർ ദോശ, ചമ്മന്തി, തേങ്ങ ചമ്മന്തി. ഓക്കെ, അപ്പോൾ ചീസ് ദോശ കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയണേ. നടുവിലാണ് ചീസ് കുറേ ഉള്ളത്. നന്നായിട്ട് മെൽറ്റായ ചീസ് വരുന്നുണ്ട്. അതിലുണ്ട്. കഴിച്ചിട്ട് വരുന്നുണ്ടോ ചീസിന്റെ ടേസ്റ്റ്? വേറെ ഒന്നും വേണ്ടല്ലോ, ചീസിന്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. ശരിക്കും വരുന്നുണ്ടോ? ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഇനി ചമ്മന്തി വേണ്ടല്ലോ. ഞാൻ വൈറ്റ് ചട്നി ഫാനാ, അപ്പോൾ അതെടുത്ത് നോക്കാം. സക്സസ് ഗൈസ്, എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇത്രയും വലിയൊരു കുക്കാണെന്ന്. ഞാൻ നാളെ തൊട്ട് കുക്ക് ചെയ്യായിരിക്കും. ഒരു ശരവണ ഭവന്റെ അച്ചൊക്കെ ഫീൽ ചെയ്യുന്നു. ഗൈസ്, അപ്പോൾ ഞാൻ നാളെ തൊട്ട് ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാനിങ് ആരംഭിക്കുകയാണ്. ഫണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് തരേണ്ടതാണ്. ഡൊണേറ്റ് പ്ലീസ് ഡൊണേറ്റ്. അപ്പോൾ അടിപൊളിയല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.